ഹായ് ഹലോ കൂട്ടുകാരെ, ഇപ്പം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കുറച്ചധികം വിഭവങ്ങളായി വന്നിരിക്കുന്നത്. അതായത് ചെമ്മീനും പച്ചക്കായ ഇട്ട കറി, പിന്നെ നമ്മുടെ മിക്സ്ഡ് വെജിറ്റബിൾ തോരനാണ്, പിന്നെ അടിപൊളി പുളിങ്കറി ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ ഒന്നും പറയില്ല, വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുളിങ്കറിയാണ് കാണിക്കാൻ പോകുന്നത്. അതിന് നമ്മൾ കുറച്ച് കട്ടിയായിട്ടുള്ള പുളി ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഓരോ ആളുകളും ഓരോ രീതിക്കായിരിക്കും ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇഞ്ചി ഇട്ടിട്ടുണ്ട്. ഓരോ ആളുകളും ഓരോ രീതിക്കാണ് ഉണ്ടാക്കുക. ഇത് കണ്ടിട്ട് എന്താണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് അങ്ങനെ ആരും പറയരുത്. എൻ്റെ രീതിയല്ല ഇത്, ഞാൻ പഠിക്കുന്നത് വേറെ രീതിയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ശർക്കര ഇട്ടിട്ടുണ്ട്, മുളകും ഇട്ടിട്ടുണ്ട്. പക്ഷേ എന്ത് പറഞ്ഞാലും ഇത് സൂപ്പറാണ് കേട്ടോ. നമ്മൾ എളുപ്പം വേഗം കാര്യങ്ങളൊക്കെ ആവും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പൊടി എന്ന് പറയുന്നത് കടുക്, ഉലുവ, ജീരകമാണ്. അത് ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് നമ്മൾ പൊടിക്കുന്നതാണ്. പിന്നെ ആ കറുപ്പ് കളറിൽ കണ്ടത് എള്ളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇടുന്നത് ഉലുവ, ജീരകം, കടുകും കൂടി പൊടിച്ചിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ ഇടുന്നത്. അതിന് ശേഷം നമ്മൾ എള്ളിടും കേട്ടോ. എള്ള് ലാസ്റ്റാണ് ഇടുന്നത്. ഭയങ്കരമായിട്ട് തിളച്ച് അങ്ങനെ വരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓരോ ആളുകളും ഓരോ രീതിക്കാണ് ഉണ്ടാക്കുക. അപ്പോൾ ഈ രീതി സൂപ്പർ ടേസ്റ്റാണ് എന്തായാലും ഉള്ളത്. നമുക്ക് അധികം സമയം ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് ആവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളിത് കരിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വറുത്തിടുകയാണ് കേട്ടോ. അതിൽ മുളകും ഇതൊക്കെ ഇടാം. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ചെമ്മീനും പച്ചക്കായുള്ള കറിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെമ്മീനും ഇവിടെ മുളകും മഞ്ഞളും ഉപ്പും തേച്ച് വെച്ചിട്ടുണ്ട്. വെച്ചതാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ പച്ചക്കായ ഇട്ടു. അതിന് ശേഷം മല്ലിപ്പൊടി ഇട്ടു. നമ്മൾ കുറേ ആളുകൾക്ക് ഉണ്ടാക്കുന്നതാണ് കേട്ടോ, കുറച്ച് ആളുകൾക്കല്ല, കുറച്ച് അധികം ആളുകൾക്ക് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൽ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി ഇട്ടതിന് ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പുമാണ് നമ്മൾ ഇതിലിടുന്നത് കേട്ടോ. ഉപ്പും കുറച്ച് പുളി ഒഴിച്ച് നമ്മളിത് വേവിക്കാൻ വെക്കണം കേട്ടോ. നന്നായിട്ട് കുറച്ച് ചെമ്മിക്കൊക്കെ അത്യാവശ്യം വേവുണ്ടാവും, പച്ചക്കായ്ക്കും അതേപോലെ തന്നെ അത്യാവശ്യം വേവൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് തക്കാളി, പച്ചമുളകും പിന്നെ ഇഞ്ചിയും നമ്മൾ ചെറുതായി ഇതാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി ഇട്ടിട്ടുണ്ട്. നമ്മളിതിൽ വെളുത്തുള്ളി അങ്ങനെ അധികം ഇടുന്നില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ കുറച്ച് വെള്ളമൊക്കെ വെച്ച് നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് നല്ല തേങ്ങയാണ് കേട്ടോ വേണ്ടത്. തേങ്ങ നമ്മൾ ഇതിൽ പെരുംജീരകവും ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. എന്താണ് നമുക്ക് വേണമെങ്കിൽ കരിവേപ്പില, അങ്ങനെ കരിവേപ്പില ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഇടുന്ന ആളുകൾക്ക് അവരുടേതായ രീതിക്കൊക്കെ ഇടാം കേട്ടോ. അതിനുശേഷം നമ്മൾ നന്നായിട്ട് തേങ്ങ നമ്മൾ ഇതിലേക്ക് അരച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ നമുക്ക് ഒരു കറിയല്ലേ ഉള്ളൂ, അപ്പോൾ നിറയെ വേണ്ടല്ലോ. അപ്പോൾ അതിന് ശേഷം നല്ല ഒന്ന് തിളച്ച് വന്നാൽ കരിവേപ്പില ഇടുക കേട്ടോ. പിന്നെ നമ്മൾ ഉലുവ, കടുക്, കുറച്ച് ചുവന്നുള്ളി, അതിന് ശേഷം മുളക്, അതിൽ തീ ഓഫ് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ആയിട്ട് കളറ് നല്ല സൂപ്പറായിട്ട് കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ വെജിറ്റബിൾ തോരൻ എടുത്തിരിക്കുന്നത് പച്ചക്കായ്, കോവയ്ക്ക, കയ്പ്പയ്ക്ക, ക്യാരറ്റൊക്കെയാണ് എടുത്തിരിക്കുന്നത്. എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. എന്ത് വേണമെങ്കിലും ഇതേപോലെ എടുത്ത് ഒന്ന് വറവിട്ടതിന് ശേഷം, വറവുണ്ടെങ്കിൽ നമുക്ക് ഉള്ളി വേണമെങ്കിൽ ചേർക്കാം. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് ഇതിൽ ചേർത്തിട്ടില്ല, പക്ഷെ ചേർത്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇതിൽ നമ്മൾ പച്ചമുളക്, കരിവേപ്പില, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് നമ്മളിത് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, കുറേ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇതിന് മൂടി വയ്ക്കും കേട്ടോ. ഇതേ സമയം നമ്മൾ കുറച്ച് തേങ്ങ, അതിൽ കാന്താരി മുളക്, ഒരു 2-3 വെളുത്തുള്ളിൻ്റെ അല്ലി മാത്രം ഇട്ടിട്ട് നമ്മളൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല കളറായിരിക്കും. അപ്പോൾ ഇന്നത്തെ കറി ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഓക്കെ, ബൈ ബൈ.